ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോണത്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഇന്ന് ഞാനൊരു കുക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ ബട്ടർ നട്ട് കുക്കി. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ആൻഡ് ഓൾസോ ഭയങ്കര കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബേക്കറീസിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാധാരണ കുക്കീസ് ചെയ്യണ പോലെയല്ല ഇത് ചെയ്യണത്. സാധാരണ ഇങ്ങനെ പരത്തിയിട്ട് എന്തെങ്കിലും മോൾഡ് വെച്ചിട്ട് ഡിസൈൻ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ പൈപ്പിങ് ചെയ്തിട്ട് ഡിസൈൻ ഉണ്ടാക്കുക അങ്ങനത്തെയൊക്കെ അല്ലേ. ഇത് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പൗഡേർഡ് ഷുഗർ. ഇത് നമ്മുടെ സാധാരണ പഞ്ചസാര ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചേക്കുവാണ്. പിന്നെ നമുക്ക് എഗ്ഗാണ് വേണ്ടത്. ഞാനിവിടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ആൻഡ് നമുക്ക് 200 grams ഓഫ് ബട്ടറാണ് വേണ്ടത്. പിന്നെ വാനില എസൻസ് ആൻഡ് 2 cups ഓഫ് മൈദ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പ്രിപ്പറേഷൻസിലേക്ക് കിടക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൂം ടെമ്പറേച്ചറിലുള്ള 200 grams ഓഫ് ബട്ടർ ഇടാം. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയും ഇടാം. ഞാൻ ഈ 1 കപ്പ് ചിലപ്പോൾ ഫുൾ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മധുരം ഭയങ്കര മധുരം അത്ര ഇഷ്ടമല്ല. സോ കുറച്ച് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് ലാസ്റ്റ് മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഈ ബട്ടറും ഈ ഷുഗറും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ യോക്ക് ഇടാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഫ്ലേവറൊക്കെ ഇടാനുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ വാനില എസൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. വാനില എസൻസ് ഞാൻ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വാനില എസൻസിന് പകരം ഏലക്കയുടെ പൊടിയോ അങ്ങനത്തെ വല്ല ഫ്ലേവേഴ്സും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചേക്കുന്ന 2 കപ്പ് മൈദ ചേർക്കാം. മൈദ ചേർക്കുമ്പോൾ എപ്പോഴും അരിച്ച് ചേർക്കണതായിരിക്കും നല്ലത്. അരിച്ചിട്ട് നമുക്ക് മാറ്റിയിടാം. പകുതി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം. നമുക്ക് കൈ കൊണ്ട് ചെയ്ത് നോക്കണം നല്ലോണം മിക്സ് ആവാനായിട്ട്. ഞാൻ നല്ലോണം മിക്സ്
കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് വെക്കാം. അപ്പം ഇച്ചിരി സെറ്റാവും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന അളവുകളെല്ലാം കറക്റ്റ് അളവുകളാണ്. അപ്പോൾ ആ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഔട്ട്കം ഉണ്ടാവും. ബിസ്ക്കറ്റ് നല്ല രീതിയിൽ തന്നെ വരും. നമുക്ക് ആ സമയം കൊണ്ട് ബേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് ഈ ട്രേ ഒക്കെ റെഡിയാക്കി വെക്കാം. ഞാൻ ഈ ട്രേയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ബട്ടർ പേപ്പർ വിരിക്കണം. ഇനി ഇതിനകത്ത് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ തേക്കാം. ഇതൊന്ന് സ്റ്റിക്കി ആയിട്ട് നേരെ ഇരിക്കാൻ വേണ്ടി. ഞാനിവിടെ ഓയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. യു ക്യാൻ ഓൾസോ യൂസ് ബട്ടർ. ഇതിപ്പോൾ മര്യാദക്ക് ഇരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് കുക്കീസ് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആൻഡ് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് വിടിച്ചെടുക്കാനും എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്താൽ. നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ്സിൽ 170 ഡിഗ്രി സെൽഷ്യസിന് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. 170 or 180 ഡിഗ്രിയിൽ ചെയ്യാം. ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോൾ അതിനകത്ത് 170 പറഞ്ഞത്. പിന്നെ വേറെ ഒരു ബുക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 180 കാണിച്ചു. അപ്പോൾ എയ്തർ 170 or 180. ഞാനിപ്പോൾ 170 ആണ് ചെയ്യാൻ പോകുന്നത്. പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 to 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് നോക്കാം. രീതിയിൽ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ട്രേയിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പം. കയ്യിൽ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും നേരത്തെ ഒരു ടെക്സ്ചർ ആണെങ്കിൽ. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിത് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ട്രേയിൽ മൊത്തം ഇത് ഇവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഈ ട്രേയിലേക്ക് ഞാൻ ഇവനായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ്സിൽ. നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അത് എന്തിനാന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റിന് ബേക്കായി വരുമ്പോൾ ഒരു ബ്രൗണിഷ് കളർ വരാനും ഒരു ക്രിസ്പിനെസ്സൊക്കെ വരാനാണ് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സ്പൂൺ വെച്ചായാലും സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ബ്രഷ് ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഈ സ്പൂൺ വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കും. ഇങ്ങനെ ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഓർ കാഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. കാഷ്യൂസ് ഇപ്പം എൻ്റെ കയ്യിൽ അധികമില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വാൾനട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സും കൂടി
സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സാണ് വെച്ചേക്കുന്നത്. 30 to 45 മിനിറ്റ്സ് വെക്കാം. ഞാനിപ്പോൾ 30 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെക്സ്ചറൊക്കെ എങ്ങനെയാണ് വന്നിരിക്കണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് കൂട്ടി വെക്കാമെന്ന് വിചാരിക്കണം. 50 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഒന്ന് എടുത്തിട്ട് നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ചെയ്യാൻ, ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു 50 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും എടുത്തിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 50 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. നൈഫ് വെച്ച് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ആയേക്കണം. സോ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാൻ തിരിച്ച്. ഇപ്പോൾ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണ് കൺസിസ്റ്റൻസിന്ന്. നല്ല മണം വരുന്നുണ്ട്. സെറ്റായോന്ന് അറിയത്തില്ല. ചൂട്. എനിക്ക് ഒന്ന് കുറച്ച് നേരം കൂടി വെക്കാമെന്ന്. ആ ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടില്ല. ഈ വീഡിയോയിൽ ഇച്ചിരി തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് അത്ര ബ്രൗൺ കളർ തോന്നുന്നില്ല. സോ കുറച്ച് നേരം കൂടി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു 5 മിനിറ്റ്സും കൂടി വെക്കാം. ഒരു 5 മിനിറ്റും കൂടി വെച്ചായിരുന്നു. അപ്പോൾ ടോട്ടൽ 35 മിനിറ്റാണ് വെച്ചത്. അപ്പോൾ ഏകദേശം റെഡിയായെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരമായി. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറി. ഇനി ഇത് വിടിച്ച് നോക്കാം. ഇങ്ങനെ മുറിച്ച് വെച്ചുകൊണ്ട് ഇത് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ബട്ടർ നട്ട് കുക്കി റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും വളരെ നന്നായിട്ട് വന്നു. പൊക്കത്ത് ആ എഗ്ഗൊക്കെ തേച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ പറ്റുന്ന പാകത്തിനുള്ള മധുരമാണ്. അത് ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് ഇട്ടാൽ മതി. 1 കപ്പാണ് അളവ്. അതിന് ഇപ്പോൾ മധുരം കുറച്ച് മതിയെങ്കിൽ അതിൽ കുറച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് ഫുൾ ഇട്ടില്ല, കുറച്ച് മാറ്റി വെച്ചായിരുന്നു. ഇത് കറക്റ്റ് അളവായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഈ മുന്തിരിയൊക്കെ ഓപ്ഷണലാണ്. അത് അധികം കഴിഞ്ഞു പോയ ഒരു കയ്പ്പ് ചുവയുണ്ട്. ചിലതിലൊക്കെ അധികം കഴിഞ്ഞു പോയിട്ട് ഒരു കയ്പ്പ് ചുവയുണ്ട്. അപ്പം അധികം കഴിഞ്ഞു പോകാണ്ട് നോക്കിയാൽ മതി. My small simple cooking video. If you like this video, try to make butternut cookie and let me know your feedbacks in my comment box. And don't forget to like, share and subscribe. See you on my next video. Bye bye.